നാം എപ്പോഴും ഉയർന്ന ചിന്താഗതികൾ പുലർത്തുന്നവരായിരിക്കണം. ഉയർന്ന ചിന്താഗതികൾ ഉണ്ടാകാൻ പരന്ന വായന ആവശ്യമാണ്. മഹാന്മാരെന്ന് സമൂഹം വാഴ്ത്തിയിട്ടുള്ള വ്യക്തികളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. പരിമിതികൾക്കിടയിലും പുസ്തകങ്ങൾ വായിക്കുവാനും അറിവ് നേടുവാനും അവർ പരിശ്രമിച്ചിരുന്നു. അറിവിൻ്റെ വേരുകൾ തേടിയുള്ള യാത്രയിലെ ഊന്നുവടിയാണ് വായന. വായിച്ചു വളരുവാനും അറിവ് നേടുവാനും അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും പുതുതലമുറയ്ക്ക് കഴിയട്ടെ. സെൻറ്റ് സേവിയേഴ്സ് കുടുംബം അണിയിച്ചൊരുക്കിയിരിക്കുന്ന വായനാ ദിനാചരണ പരിപാടിയിൽ ഏറെ സന്തോഷത്തോടെ നമുക്കും പങ്കാളികളാകാം. ബഹുമാന്യരെ, വിജ്ഞാനമാണ് ശക്തി. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വിജ്ഞാനത്തിലൂടെ നേടുന്ന ആദർശങ്ങളും കാഴ്ചപ്പാടുകളും ഒരുവനെ വ്യത്യസ്തനും സംസ്കാര സമ്പന്നനുമാക്കുന്നു. ഇന്ന് ജൂൺ 19, വായനാ ദിനം. എല്ലാവർക്കും വായനാ ദിനത്തിന്റെ ആശംസകൾ. വായനയുടെ പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട, നമ്മെ സ്നേഹിക്കുന്ന, കരുതുന്ന നമ്മുടെ മാനേജർ റവറൻഡ് ഫാദർ മാത്യു ചെരുവറമ്പിലാണ്. അച്ഛനെ ഏറ്റവും ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം നൽകുന്നു. വായനയുടെ അനന്ത സാധ്യതകൾ ആസ്വദിച്ചെറിഞ്ഞ് സ്വന്തം ജീവിത വിജയത്തിന് അടിത്തറയിട്ട ഡോക്ടർ ലയ ശേഖറാണ് നമ്മുടെ വായനാ ദിനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഡോക്ടർ ലയ ശേഖറിനെ ഹാർദവുമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഒരുവന്റെ ഹൃദയത്തിൽ ഉത്തമമായ വായന എങ്ങനെ സ്പർശിക്കുന്നു എന്നതിന്റെ ആഴം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വായനാ ദിന സന്ദേശം നൽകുന്ന പ്രൊഫസർ മിഥുൻ കുമാരല്ലൂറാണ്. അദ്ദേഹത്തിന് സാദരം സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് ആശംസകൾ അറിയിച്ച് ഇന്ന് സംസാരിക്കുന്നത് നമ്മെ അറിയുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജികുമാർ സാർ, നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ ലാലു സാർ, PTA പ്രസിഡന്റ് ശ്രീ ഡാൻഡിസ് കാഞ്ഞിരത്തിങ്ങൽ എന്നിവരാണ്. അവരെ ഏറ്റവും അഭിമാനപൂർവ്വം ഈ വായനാ ദിന ആശംസകൾ അർപ്പിക്കുന്നതിനായി സ്വാഗതം നൽകുന്നു. ഈ ചടങ്ങിൽ നമ്മുടെ സ്കൂളിന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് ആദരണീയനായ ജോസ് പി എൽ സാറാണ്. സാറിന് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. കുട്ടികളെ, നിങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ശ്രദ്ധേയമായി പങ്കുവഹിക്കുന്നത് നിങ്ങളുടെ ബഹുമാന്യരായ രക്ഷകർത്താക്കളാണ്. നിങ്ങളുടെ രക്ഷകർത്താക്കൾക്കും നമ്മെ കേൾക്കുന്ന എല്ലാവർക്കും സ്വാഗതം അറിയിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ വളരെയേറെ പേർ ഇന്നത്തെ ഈ ദിനം അവിസ്മരണീയമാക്കിക്കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തു. ഓരോ വർഷവും കടന്നു പോകുന്ന നിരവധി ദിനാചരണങ്ങളിൽ ഒന്നായി തീർക്കരുത് നമ്മുടെ ഈ വായനാ ദിനം. മക്കളെ, പുസ്തകങ്ങളെ നല്ല ചങ്ങാതിമാരായി നമുക്ക് നമ്മുടെ കൂടെ കൂട്ടണം. ഇന്നു മുതൽ എന്നും നിങ്ങളുടെ സന്തത സഹചാരികളായി നല്ല പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിയട്ടെ, നിങ്ങളുടെ ശീലമായി തീരട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുകയാണ്.
നിങ്ങൾക്കേവർക്കും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി 2021 കൊറോണ കാലത്തെ വായനാ ദിനം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും തുടരുന്ന നല്ല ശീലമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ട കുട്ടികളെ, ജൂൺ 19 വായനാ ദിനമായിട്ട് നാം ആചരിക്കുന്നു. വായനയിലൂടെ അറിവിൻ്റെ വിവിധ തലത്തിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കും. ഏറ്റവും പ്രധാനമായി ഒരു സംസ്കാരത്തെപ്പറ്റിയും സാഹിത്യശാഖകളെപ്പറ്റിയും വിവിധ ജീവിത ശൈലികളെപ്പറ്റിയും വിവിധ നാടുകളുടെ പാരമ്പര്യത്തെപ്പറ്റിയും സർവോപരി ഭാഷയുടെ നല്ല ഉപയോഗവുമൊക്കെ നമുക്ക് വെളിവാക്കി തരുന്ന ഒരു രീതിയാണ് വായനാശീലം. ആ ശീലം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നാം സ്വീകരിക്കണം. പ്രധാനമായിട്ടും ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്തൊക്കെ ഒത്തിരിയേറെ കുട്ടികൾ നല്ല പുസ്തകങ്ങൾ വായിക്കുകയും വിവിധ തലത്തിലുള്ള വിവിധ ശാഖകളിലുള്ള പുസ്തകങ്ങളെപ്പറ്റി അറിവ് സമ്പാദിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിവിധ രീതികളിലൂടെ ഓരോ ദിവസവും നല്ല നല്ല പുസ്തകങ്ങൾ, നല്ല അറിവ് നമുക്ക് സമ്പാദിച്ച് തരുന്ന നല്ല പുസ്തകങ്ങൾ നന്നായിട്ട് വായിച്ച് വളരുന്ന കുട്ടികളായി അറിവിൻ്റെ വിവിധ മേഖലകളിലേക്ക് പാറിപ്പറക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി വളരണമെന്ന് പ്രത്യേകമായിട്ട് ഈ ദിനത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും വായനാ ദിനത്തിൻ്റെ നല്ല ആശംസകൾ നേരുകയാണ്. അറിവിൻ്റെ വിഹായസിലേക്ക് കുതിച്ചുയരുവാൻ വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുകയും നല്ല നല്ല അറിവുകൾ സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വായനാ ദിനത്തിൻ്റെ പുസ്തക പാരായണ ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം. നമസ്കാരം. ചെമ്മണ്ണാർ സെൻറ്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാവർക്കും ആദ്യമേ തന്നെ എൻ്റെ വായനാ ദിനാശംസകൾ. ഈ ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഫാദർ മാത്യു ചെറുപറമ്പിൽ, വായനാ ദിന സന്ദേശം നൽകുന്ന പ്രൊഫസർ മിഥുൻ കരുമാലൂർ, ആശംസകൾ അർപ്പിക്കാൻ എത്തിയ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ ലാലു തോമസ്, ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജികുമാർ, സ്വാഗത പ്രസംഗികയായ ബഹുമാന്യായ എച്ച്.എം. ശ്രീമതി കരോളിൻ ജോസ്, PTA പ്രസിഡന്റ് ശ്രീ ഡാനിസ് കാനിരത്തിങ്കൽ, അതുപോലെ ഇവിടെ സന്നിധരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, കൊച്ചു കൂട്ടുകാർക്കും, അധ്യാപകർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 1995 ശേഷം ഒരു ജൂൺ 19 കൂടി ഇന്നിവിടെ വരികയാണ്. നമുക്കറിയാം, പുതുവായിൽ നാരായണ പണിക്കർ എന്നുള്ള PN പണിക്കറിൻ്റെ ചരമദിനമാണ് നാം വായനാ ദിനമായിട്ട് ആഘോഷിക്കാറുള്ളത് അല്ലെങ്കിൽ ആചരിക്കാറുള്ളത്. 1995 അദ്ദേഹം നിര്യാതനായി. 96 മുതലുള്ള എല്ലാ ജൂൺ 19 അതിനുശേഷം കേരള സർക്കാർ വായനാ ദിനമായി ആചരിച്ചു പോരുകയാണ്. ഒരു നാടിനെ മുഴുവൻ വായനയുടെ ലോകത്തേക്ക് പിടിച്ചുയർത്താൻ പണിക്കർക്ക് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഗ്രന്ഥശാല സംഘത്തിലൂടെയും അതുപോലെ കേരളത്തിൽ നടന്നിട്ടുള്ള മറ്റ് ഒട്ടനവധി നവോത്ഥാനങ്ങളുടെ അമരക്കാരനായിരുന്നു അദ്ദേഹം. സാക്ഷരതാ യജ്ഞമൊക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. ഇത്തരം രീതിയിൽ നമ്മുടെ നാട്ടിലെ തന്നെ ഒരുപക്ഷെ ഇന്ന് നാം കാണുന്ന ലൈബ്രറി കൗൺസിലോ അതുമല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഒരുപാട് വായനശാലകൾ നമുക്ക് കാണാം. ഇതിൻ്റെയൊക്കെ ഒരു ആദിമ രൂപം എന്ന് പറയുന്നത് അതിന് നേതൃത്വം നൽകിയത് പണിക്കർ സാറായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ചരമദിനം വായനയിലൂടെ വളരുക, ചിന്തയിലൂടെ വിവേകം വർദ്ധിപ്പിക്കുക എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം വായനയ്ക്കായി ഒഴിഞ്ഞുവെച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരമദിനത്തെ വായനാ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഒരു നാടിന് വായനശാല ഉണ്ടാക്കാനായി അദ്ദേഹം ഓരോ വീടും കയറി ഇറങ്ങി പുസ്തകങ്ങൾ ശേഖരിക്കുകയുണ്ടായി. അത് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ 17ാമത്തെ വയസ്സിലായിരുന്നു. നിങ്ങളെക്കാൾ ഏതാനും ചില വയസ്സ് മാത്രമേ അദ്ദേഹം അന്നേരം മുതിർന്നിട്ടുള്ളൂ.
ഇത്തരം വായനയോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം തന്നെ ആയിരിക്കാം അദ്ദേഹത്തെ ഇത്തരം രീതിയിൽ ഒരു വായനയിലേക്ക് സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചത്. സനാതനധർമ്മം എന്നായിരുന്നു അദ്ദേഹം തുടങ്ങിയ ആദ്യ വായനശാലയുടെ പേര്. അന്ന് അദ്ദേഹം തുറന്നു തന്ന വായനയുടെ ലോകത്തിൽ നിന്നാണ് ഇന്ന് നാം കേരളത്തിൽ ഈ കാണുന്ന ഗ്രന്ഥശാലകളെല്ലാം ഉടലെടുത്തത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അഴീക്കോട് മാഷ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഒരു നാടിനെ മുഴുവൻ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. പലപ്പോഴും നാം സ്വയം ചോദിക്കുകയോ അല്ലെങ്കിൽ അധ്യാപകരോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, നാം എന്തിനു വായിക്കണം, അല്ലേ? പലപ്പോഴും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും എന്തിന് നാം വായിക്കണം. ഒരുപക്ഷെ നമ്മളിലെ അധ്യാപകർ പലപ്പോഴും ആ ഒരു ചോദ്യം കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും, ടീച്ചറെ നാം എന്തിനാണ് വായിക്കേണ്ടത്? കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളൊക്കെ നമുക്ക് പരിചിതമാണ്. നമുക്കറിയാം വായിച്ചാലും നമ്മൾ വളരും, വായിച്ചില്ലെങ്കിലും നമ്മൾ വളരും. പക്ഷേ എന്തുകൊണ്ട് നാം വായിക്കണം? വായിക്കാതെ നാം വളരുന്നുണ്ടെങ്കിൽ ആ വളർച്ച നമ്മുടെ ശാരീരികമായ വളർച്ച മാത്രമാണ്. പക്ഷെ വായിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ മാനസികമായിട്ടും അതുപോലെ ഭൗതികമായിട്ടും അതുപോലെ അയാളുടെ ചിന്തകളും എല്ലാം വികസിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വളർച്ച മാത്രമല്ല, ശാരീരികമായിട്ടുള്ള ഒരു വളർച്ച മാത്രമല്ല, ഒരു വികാസവും കൂടി ഉണ്ടാവുകയാണ്. നാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, മനുഷ്യകുലം ഒരു പക്ഷേ ഭൂമിയിൽ വന്നതിനോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ എത്ര തരം ജീവികളുണ്ടായിരുന്നു. പക്ഷെ അവരാരും പ്രാപ്തമാക്കാത്തൊരു വികാസമാണ് മനുഷ്യർ പ്രാപ്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം മനുഷ്യൻ്റെ ബുദ്ധി തന്നെയാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് മാറ്റിവെക്കാൻ ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് കടന്നു ചെന്ന് മനുഷ്യന് വികസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വികാസത്തിൻ്റെ കാരണം അവൻ്റെ വായന തന്നെയാണ്. കാരണം ഒരു മനുഷ്യജന്മത്തിൽ അവൻ ആ മനുഷ്യൻ്റെ ആ ഒരു ആയുസ്സിൻ്റെ കാലഘട്ടത്തിൽ അവൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ആർജിക്കുന്ന ഒരു അറിവ് മാത്രമല്ല അവൻ മനസ്സിലാക്കുന്നത്. പകരം തലമുറകളായിട്ട് ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആർജിച്ചെടുത്ത എല്ലാ അറിവുകളും അവന് ഒരു ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ വായിച്ചറിയാൻ കഴിയുന്നു. അപ്പം അത്തരം രീതിയിൽ നൂറ്റാണ്ടുകളുടെ അറിവുകളെ ആർജിച്ചെടുക്കാൻ മനുഷ്യകുലത്തിനാകുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര രീതിയിലുള്ളൊരു വികാസം ഉണ്ടായിരിക്കുന്നത്. ആ വികാസത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം വായന തന്നെയാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയാം. രണ്ടാമത് എടുത്തു പറയേണ്ടത് വായന നൽകുന്ന അനുഭൂതിയെക്കുറിച്ചാണ്. നമ്മൾ ആരും, ഞാനോ നിങ്ങളോ, ലോകമഹായുദ്ധം എന്തെന്ന് കാണുകയോ അറിയുകയോ ചെയ്തിട്ടുള്ളവരല്ല. നാം ആ ഒരു കാലഘട്ടത്തിലല്ല ജനിച്ചതും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷേ ഒരു യുദ്ധമുണ്ടാക്കുന്ന ഭീതിയും ഒരു യുദ്ധമുണ്ടാക്കുന്ന നാശനഷ്ടവും അതിൻ്റെ ആഘാതവും കൃത്യമായി പരിചയമുള്ളവരാണ് നമ്മൾ. അത് നമ്മൾ വായനയിലൂടെ ആർജിച്ചെടുത്ത ഒരു അറിവാണ്. അതല്ലാതെ നമുക്ക് നേരിട്ടുള്ളൊരു അനുഭവമില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നൽകാത്ത അനുഭവങ്ങളെ അനുഭൂതികളാക്കി മാറ്റാൻ ഒരുപക്ഷെ നമ്മളുടെ അറിവിനും ഒരു പടി മുന്നിലാണ് അനുഭൂതി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം അറിവുകളെയും നമ്മളുടെ അനുഭവങ്ങളാക്കാനും അനുഭവത്തിന് ഒരു പടി കടന്നു ചെന്നുകൊണ്ട് നമുക്ക് അനുഭൂതികളാക്കി മാറ്റിത്തരാനും വായനയ്ക്ക് കഴിയാറുണ്ട്. അത് അമ്മയില്ലാത്തൊരു കുഞ്ഞിന് അമ്മയുടെ സ്നേഹം അനുഭവിപ്പിച്ചു കൊടുക്കുന്നു. വിശപ്പറിയാത്തൊരുത്തിന് വിശപ്പിൻ്റെ വേദന എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. സങ്കടത്തിൽ വിഷമിച്ചിരിക്കുന്നൊരു വ്യക്തിയെ ഒരുപക്ഷെ സന്തോഷത്തിൻ്റെ നിറവിലേക്ക് പിടിച്ചുയർത്താനും വായനയ്ക്കാകുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം അനുഭവിക്കാത്ത പല കാര്യങ്ങളെയും അനുഭൂതികളാക്കി മാറ്റാൻ വായനയ്ക്ക് കഴിയുന്നു. എപ്പോഴാണ് ഒരു കുട്ടി പാത്രത്തിൽ ഭക്ഷണം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പൈപ്പ് തുറക്കുമ്പോൾ വരൾച്ചയും ദാഹവും, ഒരുപക്ഷെ സൊമാലിയയിലെ വരൾച്ചയും ദാഹവും അവൻ്റെ നാവിൽ രുചിച്ചറിയുന്നത്, ആ അനുഭൂതി പകരലാണ് വായന നമുക്ക് ചെയ്തു തരുന്നത്. വായിക്കാത്തൊരു കുട്ടി അവൻ്റെ ജീവിതം മാത്രം ജീവിക്കുന്നു. മറ്റുള്ളവരുടെ വേദനകൾ എന്തെന്നറിയുന്നില്ല, അതോർത്ത് അവൻ വിതുമ്പുന്നില്ല. ആ ജീവിതത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. അവൻ സ്വാർത്ഥനായി തന്നെ മാറുകയാണ്. ചില തീവ്രവാദത്തിൻ്റെയും ഒരുപക്ഷെ മത തീവ്രവാദത്തിൻ്റെയും പ്രകൃതി ചൂഷണത്തിൻ്റെയും ലഹരിയുടെയും ഒക്കെ അടിമകളായി മാറുന്നു. ചിലർ ബന്ധങ്ങളറിയാതെ പീഡകരായി മാറുന്നു. ചിലർ കൈക്കൂലി വാങ്ങുന്നു. വായന അറിയാത്ത കുട്ടികൾ മൂല്യമറിയാതെ, മനുഷ്യബന്ധങ്ങളുടെ ആഴമറിയാതെ അവർ അവരുടെ ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കുകയായിരിക്കാം. ജീവിച്ചു എന്നതിന് പറയാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം തീർച്ചയായിട്ടും അവിടെ ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വായിക്കുന്ന കുട്ടിക്ക് വികാസമുള്ളൂ. വായിക്കുന്ന കുട്ടിയാണ് യഥാർത്ഥത്തിൽ വളരുന്ന കുട്ടി. വായിക്കുന്നൊരു കുട്ടി കടലിനെ കാണാതെ തന്നെ കടലിനെ അറിയുന്നു. കടലിലെ തിരമാലകൾ, ഒരുപക്ഷെ കടൽ പശ്ചാത്തലമായിട്ടുള്ള ഒരു നോവലോ ഒരു കഥയോ ഒരു കവിതയോ വായിക്കുമ്പോൾ ആ തിരമാലകൾ അവൻ്റെ കാലുകളെ ചുംബിച്ച് നനയ്ക്കാൻ തുടങ്ങിയിരിക്കും. അവിടുത്തെ ഉപ്പുകാറ്റ് വീശുന്നത് തൊട്ടറിഞ്ഞുകൊണ്ട് ആ തിരമാലകൾക്കൊപ്പം
അവൻ മത്സരിച്ചോടുന്നുണ്ടായിരിക്കും. ഇത്തരം രീതിയിലെ അനുഭൂതികളാണ് വായന നമുക്ക് പകർന്നു തരുന്നത്. ഗളിവേഴ്സ് ട്രാവൽ വായിച്ചിട്ടുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് അവൻ ലില്ലിപ്പൊട്ടിലെ കുള്ളന്മാരുടെ ഒപ്പം അവൻ്റെ ജീവിതം ഒരു പക്ഷേ ആസ്വദിക്കുന്നുണ്ടായിരിക്കും. ടോട്ടോച്ചാൻ വായിച്ചിട്ടുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് ടോട്ടോച്ചാൻ്റെ അടുത്തിരുന്നു കൊണ്ട് ആ ജനാലയിലൂടെ അവൾ കാണുന്ന അതേ കാഴ്ചകൾ, അതേ കുസൃതികൾ അവരും കാണുകയും അത് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരിക്കും. പാത്തുമ്മയുടെ ആട് വായിച്ചിട്ടുള്ളൊരു കുട്ടി ബഷീറിനെയും അതോടൊപ്പം കൂട്ടുകുടുംബ വ്യവസ്ഥയെയും അതിൻ്റെ സുഖദുഃഖങ്ങളും അതേൽപ്പിക്കുന്ന അതിൻ്റെ വിഷമതകളും എല്ലാം തിരിച്ചറിയുന്നുണ്ട്. മാമ്പഴം എന്ന കവിത, വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിത വായിക്കുന്നൊരു കുട്ടി കുഞ്ഞു നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന തിരിച്ചറിയുന്നുണ്ട്. അത് ആണായിക്കോട്ടെ, ഒരു കുഞ്ഞായിക്കോട്ടെ, പ്രസവിക്കാത്തൊരു സ്ത്രീ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പക്ഷെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദനയിൽ വിതുമ്പാൻ ആ വായന നമ്മളെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ആ വായനയെ പകർന്നു തരുന്ന അനുഭൂതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. വായന അനുഭൂതി മാത്രമല്ല പകർന്നു തരുന്നത്, വായന നമുക്ക് സംസ്കാരവും കൂടി പറഞ്ഞു തരുന്നുണ്ട്, അല്ലെങ്കിൽ പകർന്നു തരുന്നുണ്ട്. ഏതൊരു കഥ വായിക്കുമ്പോഴും അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ സംസ്കാരവും നാം ഉൾക്കൊള്ളാറുണ്ട്. ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുള്ളൊരു കുട്ടി, പൗലോ കൗലോയുടെ ആൽക്കമിസ്റ്റ് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ആട്ടിടയൻ്റെ ജീവിതവും അതുപോലെ തന്നെ മരുഭൂമിയുടെ സംസ്കാരവും എന്താണ് എന്നുള്ളൊരു കൃത്യമായ തിരിച്ചറിവുണ്ടാവുന്നുണ്ട്. അതുപോലെ EV കൃഷ്ണപിള്ളയുടെ ചിരിയും ചിന്തയും വായിക്കുന്ന ഒരാൾ യാത്രയുടെ 3 കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഒരുപക്ഷെ ഇത്തരം രീതിയിൽ റോഡോ അല്ലെങ്കിൽ യാത്രാ സൗകര്യങ്ങളോ ഹോട്ടലുകളോ ഒന്നുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ അന്യൻ്റെ ഔദാര്യത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന വഴിയാത്രക്കാർ, അദ്ദേഹം അങ്ങനെ തന്നെയാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത്. അന്യൻ്റെ ഔദാര്യത്തെ വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന വഴിയാത്രകർ, സ്വന്തം അടുക്കളയ്ക്കപ്പുറം ഭൂമി എന്തെന്നറിയാത്ത ഗൃഹനായികമാർ, അതുപോലെ ഈ വരുന്ന സഞ്ചാരികളിൽ നിന്നും പരലോകം എന്തെന്നുള്ളൊരു അറിവ് തിരിച്ചറിയുന്നൊരു സമൂഹം. അപ്പോൾ ഇത്തരം രീതിയിലൊരു കാലഘട്ടം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഈ ഒരു കൃതി വായിക്കുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ തലമുറക്ക് അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാലമല്ല അത്. അപ്പോൾ അത്തരം രീതിയിലെ ആ ഒരു കാലഘട്ടവും അല്ലെങ്കിൽ ഏത് നാടാണോ ആ നാടിൻ്റെ ഒരു സംസ്കാരം തിരിച്ചറിയാൻ വായന നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഒരു നാടിൻ്റെ സംസ്കാരം തിരിച്ചറിയാൻ നമുക്ക് സഫാരി ചാനൽ കണ്ടാൽ പോരെ? തീർച്ചയായിട്ടും ശരിയാണ്, സഫാരി ചാനലിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയാറുണ്ട്. പക്ഷേ വായനയിലൂടെ കണ്ടറിയുന്ന അല്ലെങ്കിൽ വായനയിലൂടെ നാം അനുഭവിച്ചറിയുന്ന സംസ്കാരവും ദൃശ്യമാധ്യമങ്ങളിലൂടെ നാം അറിയുന്ന കാര്യങ്ങളിലെ സംസ്കാരവും തമ്മിൽ ചെറിയൊരു അന്തരമുണ്ട്. അതെന്ത് എന്ന് ചോദിച്ചാൽ, നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വായന മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങളൊരു പക്ഷേ TV കാണുമ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ സഫാരി ചാനൽ കാണുമ്പോൾ നമുക്കതിനോടൊപ്പം വേണമെങ്കിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, എഴുതാം, വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു പക്ഷേ ചെയ്യാൻ കഴിയാറുണ്ട്. എഴുതുമ്പോൾ നിങ്ങൾ പാട്ട് കേൾക്കാറുണ്ടായിരിക്കും, പാട്ട് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ എഴുതാറുണ്ടായിരിക്കും. മൾട്ടി ടാസ്കിങ്ങിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാറുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ എന്നിരുന്നാലും വായന എന്നൊരു പ്രക്രിയ നാം ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ഏകാഗ്രത വേണ്ട ഒരു കാര്യമാണ് വായന. അതുകൊണ്ട് തന്നെ വായനയിൽ നമ്മുടെ കണ്ണും കാതും മനസ്സും എല്ലാം വളരെ ഏകാഗ്രമായി വായന മാത്രം ചെയ്യുന്നു എന്നുള്ളതാണ് വായനയുടെ പ്രത്യേകത. എങ്കിലും നമ്മളുടെ ഭാവനയെ അത് വല്ലാതെ ഉയർത്തുന്നുണ്ട് അല്ലെങ്കിൽ ഉണർത്തുന്നുണ്ട്. വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതിലെ കഥാപാത്രങ്ങളും ഒരുപക്ഷെ ആ സാഹചര്യവും നമുക്ക് ചുറ്റും വരികയാണ്. ഒരുപക്ഷെ അതിലെ കഥാപാത്രമായിട്ട് നാം വേഷപ്പകർച്ച ആടുന്നുണ്ടായിരിക്കാം. അവരുടെ തീവ്ര അനുഭവങ്ങളിലൂടെ നമ്മുടെ മനസ്സും കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഭാവനയ്ക്കും വ്യത്യാസമുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഭാവന എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മനുഷ്യൻ വിമാനമുണ്ടാക്കിയത് പക്ഷികളെ കണ്ടിട്ട് ഉണ്ടായൊരു ഭാവനയിൽ നിന്നായിരിക്കാം മനുഷ്യന് വിമാനം എന്നുള്ളൊരു സങ്കല്പം മനസ്സിലേക്ക് ഉടലെടുത്ത് വന്നത്. പക്ഷേ ആ ഒരു സ്വപ്നത്തിൻ്റെ ഭാവനയും വായനയിലൂടെ നമുക്ക് കിട്ടുന്ന ഭാവനയും തമ്മിൽ ഒരു വലിയ അന്തരമുണ്ട്. ഇത്തരം രീതിയിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു വായനയാണ് അല്ലെങ്കിൽ ഭാവനയാണ് വായനയിലൂടെ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അന്തരം എന്ന് പറയുന്നത്. ഒരു വായനയിലൂടെ പറക്കുന്ന സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ആ അറിവും ഭാവനയും വെച്ചിട്ട് ആ ഒരു വിമാനം അല്ലെങ്കിൽ പറക്കുന്ന ഒരു യന്ത്രം, മനുഷ്യൻ പറക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ തീർച്ചയായിട്ടും അവൻ പൂർണ്ണതയിലേക്ക് എത്തിക്കുകയാണ്. പക്ഷേ സ്വപ്നത്തിൽ നാം കാണുന്ന
ഇത്തരം ഭാവനകൾക്ക് പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും വായനയുടെയും അറിവിൻ്റെയും ഒരു ശക്തി കിട്ടിയേ മതിയാവും. അപ്പോൾ ഈ ഒരു അന്തരം ഒരുപക്ഷെ സ്വപ്നത്തിലെ ഭാവനയും നമ്മൾ ഉണർന്നിരുന്ന് അറിവിൽ പുസ്തകങ്ങളിലൂടെ നാം വായിക്കുമ്പോൾ ഉണരുന്ന ഒരു വായനയും തമ്മിൽ തീർച്ചയായിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. വായനയിലൂടെ നമുക്ക് അറിവ് പകരുന്നുണ്ട്. അറിവിനപ്പുറം അനുഭവങ്ങൾക്കപ്പുറം അത് അനുഭൂതി പകർന്നു തരുന്നുണ്ട്. ഒരു സംസ്കാരത്തെ പൂർണ്ണമായി നമുക്ക് അനുഭവിപ്പിച്ച് തന്നെ നമ്മളെ അത്തരം സംസ്കാരം അറിയാനായി നമ്മളെ പ്രാപ്തരാക്കുന്നുണ്ട്. നമ്മുടെ ഭാവനയെ ഉണർത്തുന്നുണ്ട്. ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്കും മുന്നിലേക്കുമൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന പ്രാപ്തിയിലേക്ക് മനുഷ്യ മനസ്സിനെ ഉയർത്താൻ വായന കൊണ്ടാകും. അപ്പോൾ അത്തരം രീതിയിലെ ഒരു വായനയിലേക്ക് ഉയരാൻ ഇന്ന് ഈ സ്കൂളിലെ 994 കുട്ടികൾ ഏകദേശം ഈ സ്കൂളിലുണ്ട് എന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ ഈ എല്ലാ കുട്ടികൾക്കും അത്തരം രീതിയിലേക്ക് ഉയരാനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം വായനയില്ലാത്ത ഒരു കുഞ്ഞു പോലും ഈ സ്കൂളിൽ ഉണ്ടാവാതിരിക്കട്ടെ. വായനയുടെ ലോകത്തിലൂടെ ലോകത്തെ വീക്ഷിക്കാൻ ഇവിടുത്തെ ഓരോ കുഞ്ഞിനും കഴിയട്ടെ. അതിലേക്ക് നിങ്ങളെ നയിക്കാൻ ഇവിടുത്തെ ഓരോ അധ്യാപകനും ആവട്ടെ. വായനാ ദിനാചരണം എന്ന് പറയുമ്പോൾ ഈ ഒരു ദിനം മാത്രം വായനയെക്കുറിച്ച് സംസാരിച്ച് ഇന്നൊരു ദിവസം അല്ലെങ്കിൽ ഈ ഒരാഴ്ച ഒരു പക്ഷേ വായനയ്ക്ക് വേണ്ടി നാം നടത്തുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വായിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറരുത്. വായനാ ദിനാചരണം ഒരുപക്ഷെ ദിനചര്യയിലേക്ക് നമുക്ക് വായനയെ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ ഒരു തുടക്ക ദിനമായിരിക്കാം. അങ്ങനെ ഒരുപക്ഷെ മാറ്റി ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നു മുതൽ വായന നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് മാറണം. അപ്പോൾ അത്തരം രീതിയിൽ നിങ്ങൾക്ക് ഏവർക്കും മാറാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി എന്നെ ഇവിടെ ക്ഷണിച്ചത് എൻ്റെ പ്രിയ ശിഷ്യനായ തോമസ് ആണ്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് വായനയുടെ സന്ദേശം നൽകാനായിട്ട് എത്തിയിരിക്കുന്നതും എൻ്റെ മറ്റൊരു ശിഷ്യനും വളരെ പ്രിയപ്പെട്ടവനുമായ മിഥുൻ കരുമാലൂരാണ്. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും നിങ്ങളെ വായനയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്നെനിക്ക് ഉറപ്പുണ്ട്. കൂടാതെ നിങ്ങളുടെ മികച്ച അധ്യാപകർ തീർച്ചയായിട്ടും നിങ്ങളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എഴുത്തിലേക്കും വായനയിലേക്കൊക്കെ ഉയരാൻ കഴിയട്ടെ. നിങ്ങൾക്ക് വായനയുടെ ലോകത്തേക്ക് നിങ്ങളുടെ എഴുത്തുകൾ സമ്മാനിക്കാനാകട്ടെ. നിങ്ങളുടെ വായനയിലേക്ക് എല്ലാ എഴുത്തുകാരെയും പുതുതെന്നോ പഴയതെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ലാത്ത എല്ലാ എഴുത്തുകളെയും, അത് കവിതയോ കഥയോ ലേഖനമോ ഏത് രൂപത്തിലുള്ള കൃതിയുമാകട്ടെ, അതൊക്കെ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് വായിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വായനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തതായി ഇവിടെ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സെൻറ്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെമ്മണ്ണാർ നടത്തുന്ന സംഘടിപ്പിക്കുന്ന വായനാ ദിന ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള എല്ലാ സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്ന ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് ശ്രീമതി കരോലിൻ, അധ്യക്ഷപദം അലങ്കരിക്കുന്ന റവറൻഡ് ഫാദർ ഡോൺ ഇളംപുരയിടത്തിൽ, ആശംസകൾ അർപ്പിക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ ലാലു തോമസ്, ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജികുമാർ, PTA പ്രസിഡന്റ് ശ്രീ ഡാൻറ്റസ് കാഞ്ഞിരത്തിങ്കൽ, മറ്റ് ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വായനാ ദിനത്തിൽ ഒരു സന്ദേശം പറയണമെന്ന് നിങ്ങളുടെ തോമസ് സാറ് ആവശ്യപ്പെട്ടു. ഒത്തിരി സന്തോഷം. തോമസ് ഞാനും സഹപാഠികളാണ്. ഞങ്ങളുടെ അധ്യാപികയായിട്ടുള്ള ടീച്ചറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിലും വലിയൊരു സന്തോഷം. അപ്പോൾ ഈ ദിവസത്തിൽ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് തരാൻ ഉള്ളതെന്ന് വെച്ചാൽ, എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വായനാ മേഖലകളെ നിങ്ങൾ കുറച്ചുകൂടി പരിഷ്കരിക്കുക എന്നുള്ളതാണ്. ഇൻ ദ സെൻസ്, ഇപ്പോൾ നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ചിട്ട്, മൊബൈൽ ഫോണും TV ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ അധ്യയനം മാറും എന്ന് നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. വളരെ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഒരു ദിവസം നമ്മൾ നിർബന്ധിതരാവുകയാണ് നമ്മളിങ്ങനെ ഒരു ചുറ്റുപാടിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിന് കുറേ പോസിറ്റീവ് സൈഡുകളുണ്ട് അല്ലേ. ഈ പഠന രീതിക്ക് കുറേ പോസിറ്റീവ് സൈഡുകളുണ്ട്. അപ്പോൾ അതുപോലെ ഇതുപോലെയുള്ള വായനാ രീതികൾക്കും കുറേ പോസിറ്റീവ് സൈഡുകളുണ്ട്. കാരണം നമുക്ക് ലോകമെമ്പാടുമുള്ള പുസ്തകങ്ങളെ പരിചയപ്പെടാൻ സാധിക്കും. പല വിധത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ, ടോപ്പിക്കുകൾ, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, സയൻസ് ഫിക്ഷൻ, അല്ലെങ്കിൽ ലിറ്ററേച്ചർ, പ്രോസ്, പോയട്രി, ക്രിറ്റിസിസം, തിയറി, അങ്ങനെ ഒരുപാട് സാധ്യതകൾ നമ്മുടെ വായനയ്ക്ക് സംഭവിക്കുന്നുണ്ട്.
അത്രമാത്രം വിശാലമായ ഒരു വായനയുടെ ലോകം നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കുന്ന ഒന്നാണ് ഈ ലൈബ്രറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് ലൈബ്രറി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഈ പറയുന്ന ഇൻ്റർനെറ്റിൻ്റെ മേഖലയിൽ പുസ്തകങ്ങളെല്ലാം ശേഖരിച്ചു വയ്ക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വായനകളെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല മേഖലകളിലേക്കും തിരിച്ചുവിടാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെയൊക്കെ ഒരു ചെറുപ്പത്തിലൊരു 8ലും 9ലൊക്കെ പഠിക്കുന്ന സമയത്താണ് കൂടുതൽ ഗൗരവത്തിലൊന്ന് വായിച്ചു തുടങ്ങുന്നതൊക്കെ, ഈ ലിറ്ററേച്ചറിലേക്കൊക്കെ വായന എത്തുന്നത്. റിസോഴ്സസ് ഒക്കെ വളരെ കുറവായിരുന്നു. ഏതെങ്കിലും നാട്ടു ലൈബ്രറിയിൽ അവിടെ അവൈലബിൾ ആകുന്ന പുസ്തകങ്ങളിൽ നമ്മൾ തൃപ്തിപ്പെടേണ്ടി വന്നു. പക്ഷെ നിങ്ങളുടെ ഒരു അവസ്ഥ അതല്ല. കുറച്ചുകൂടി വലിയ റിസോഴ്സസ് നിങ്ങൾക്കുണ്ട്, നിങ്ങളെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ വായനയുടെ മേഖലകളെ കുറച്ചുകൂടി വിസ്തൃതമാക്കുക, കുറച്ചുകൂടി തിരഞ്ഞെടുത്ത് വായിക്കുക. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുക. അപ്പോൾ ആ ഒരു തിരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളും അധ്യാപകരൊക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വായനയെ കുറച്ചുകൂടി സെലക്റ്റീവാക്കി, കുറച്ചുകൂടി നിങ്ങളുടെ മേഖലകളെ കേന്ദ്രീകരിച്ച് നല്ല രീതിയിലുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത്, കാരണം നിങ്ങളുടെ മുമ്പിൽ അത്രയും വലിയൊരു സെലക്ഷൻ ഉണ്ട് പുസ്തകങ്ങളുടെ ഈ മേഖലയിൽ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വായനകളെ പരിവർത്തിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് ഈ ദിവസത്തിലെ എൻ്റെ ആശംസ. പല സാഹിത്യകാരന്മാരോടും നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് അവരുടെ എഴുത്ത് രീതികളെല്ലാം എങ്ങനെയായി, ടെക്നോളജി ഉപയോഗിച്ചിട്ടായി. ഈ സ്പേസിലാണ് അവരിൽ പലരും എഴുതുന്നതും വായിക്കുന്നതുമൊക്കെ, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ടാബ് ഉപയോഗിച്ചിട്ടൊക്കെ. അപ്പോൾ എല്ലാവരും ആ ഒരു മാറ്റത്തിൻ്റെ വഴിയിലാണ്. വിദ്യാർത്ഥികളായ നിങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളുടെ വായനാ രീതികളെ ഈ പുതുകാലത്തിനനുസരിച്ച് പരിഷ്കരിച്ച് പുതിയ വായനാ രീതികളുമായിട്ട്, പുതിയ വായനാ മേഖലകളുമായിട്ട് മുമ്പോട്ട് പോകുക. എവിടെയാണെങ്കിലും നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ബോധം, നല്ലത് മനസ്സിലാക്കാനുള്ള ഒരു പ്രജ്ഞ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായനാ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ജൂൺ 19 വായനാ ദിനം. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ തന്നെ വായനയെ ഏറെ ജനകീയമാക്കിയ, അതിനുവേണ്ടി കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും സഞ്ചരിച്ച PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി നാം ആചരിക്കുന്നത്. എല്ലാ വർഷവും ജൂൺ 19 മുതൽ ജൂൺ 25 വരെ വായനാ വാരമായിട്ടും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നുണ്ട്. നമുക്കറിയാം, കുട്ടികളിൽ വായനാശീലം വളർത്തുക, വായനയെ ഗൗരവത്തോടെ കാണുക, വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് എല്ലാ വർഷവും സ്കൂൾ തുറന്ന് 3ാമത്തെ ആഴ്ച സ്കൂളുകളിൽ വായനാ വാരം ആചരിക്കുന്നത്. ഇന്ന് കോവിഡ് കാരണം നാം എല്ലാവരും വീടുകളിൽ കഴിയുകയാണെങ്കിലും വായനയ്ക്കോ വായനാ ദിനത്തിനോ അല്പം പോലും പ്രാധാന്യം കുറയുന്നില്ല. പക്ഷെ ഇന്ന് വായനയുടെ രൂപവും വായനയുടെ ഭാവവുമെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. ഇന്റർനെറ്റിന്റെ ഉപയോഗം, ഇന്റർനെറ്റിന്റെ വികാസം നമ്മുടെ വായനാശീലങ്ങളെല്ലാം ഏറെ മാറ്റിമറിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് ഓൺലൈൻ വായനയും ഓൺലൈൻ എഴുത്തും സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഈ വായനയിലൂടെ നമുക്കിന്ന് ഏത് പുസ്തകവും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും വായിക്കുവാനും കഴിയും. എങ്കിലും പുസ്തകങ്ങൾ നൽകുന്ന ഗ്രഹാതുര ഓർമ്മകൾ ഏറെ വലുതാണ്. ഈ ഒരു വായനാ ദിനത്തിൽ നല്ല പുസ്തകങ്ങൾ നിങ്ങളുടെ വഴികാട്ടിയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു നല്ല വായനാ ദിനവും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. സ്നേഹം നിറഞ്ഞ ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ ദിനാചരണത്തിന്റെ ബഹുമാന്യ അധ്യക്ഷൻ റവറന്റ് ഫാദർ മാത്യു ചെറുപറമ്പിൽ, അതുപോലെ തന്നെ ഇന്നത്തെ വായനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ലയാശേഖർ, നമുക്കിന്ന് വായനാ ദിന സന്ദേശം നൽകുന്ന പ്രൊഫസർ മിഥുൻ കരുമല്ലൂർ, സ്നേഹം നിറഞ്ഞ
അധ്യാപകരെ, കുട്ടികളെ, ജൂൺ 19 നമ്മൾ കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുകയാണ്. നമുക്കറിയാം, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും വായനയ്ക്ക് വേണ്ടി, വായന വളർത്തുന്നതിന് വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ശ്രീ PN പണിക്കരുടെ ഓർമ്മ ദിവസമാണ് നമ്മൾ വായനാ ദിനാചരണമായി ആചരിക്കുന്നത്. എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ദിനാചരണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നൊരു സ്ഥിതിയാണുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ വായനയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ തുടർ പ്രവർത്തനം കൂടി നമ്മൾ ഇത്തരത്തിൽ ദിനത്തിൽ ചെയ്യുമെന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഒരു സമൂഹത്തിന്റെ വളർച്ച തന്നെ, സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം തന്നെ വായനയും അറിവിലൂടെയാണ്. ഇതിനു മുമ്പ് അറിവ് നേടിയവരെല്ലാം തന്നെ പുസ്തകങ്ങളിലെല്ലാം വായിച്ച് അറിവിലൂടെയാണ് നേടിയിട്ടുള്ളത്. കേരളത്തിൽ തന്നെ നിരവധിയായ രചനകൾ നടത്തിയിട്ടുള്ള സാഹിത്യകാരന്മാർ, ശ്രീ MT വാസുദേവൻ നായർ, മഹാകവി കുമാരനാശാന്, അതുപോലെ തന്നെ വള്ളത്തോള്, പിന്നെ അത്തരമടക്കം നിരവധി സാഹിത്യകാരന്മാർ രചനകളെല്ലാം വായിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുരാണ ഇതിഹാസങ്ങൾ വായിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നാടിന് ഗുണപ്രദമായി നടത്തേണ്ട പല സിദ്ധാന്തങ്ങളും വായിച്ച് അത് അറിവ് മനസ്സിലാക്കി മറ്റു തലമുറയ്ക്കൂടെ പകർന്നു കൊടുത്ത് നടപ്പിലാക്കുന്നതൊക്കെയാണ് നമ്മുടെ സമൂഹം വളർന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തീർച്ചയായും വായന ഒരു സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെ ഒരു സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ അവനെ വാർത്തെടുക്കുന്നതിൽ നല്ല രീതിയിലുള്ള വായന അവനെ തീർച്ചയായും ഗുണപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് അവന്റെ സ്വഭാവ രൂപീകരിക്കുന്നതടക്കം ഈ വായനയിലൂടെയാണ്. അപ്പോൾ അത്തരത്തിൽ വായന വളർത്തിക്കൊണ്ട് വരാൻ നമ്മൾ പ്രത്യേകം ഇടപെടലിലൂടെയും അതിന് സമയം മാറ്റിവെക്കുക തന്നെ ചെയ്യണം. എല്ലാവരും പറയാറുള്ളത് ഞങ്ങൾക്ക് സമയം ലഭിക്കാറില്ല. പക്ഷെ തീർത്തും പൊള്ളയായ ഒരു വാക്കാണ്. തീർച്ചയായും അതിനുവേണ്ടി നമുക്കൊരു സമയം കണ്ടെത്തി തീർച്ചയായും അത് വായിക്കാനും പഠിക്കുവാനും അല്ല മനസ്സിലാക്കാനും നമുക്ക് കഴിയും. അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കുന്ന ഈ അറിവുകൾ വരും തലമുറയ്ക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാനും നമുക്ക് തീർച്ചയായും കഴിയേണ്ടതുണ്ട്. ഇപ്പോൾ വായനയുടെ ലോകം തന്നെ ഇപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുക എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ പുതിയ സംവിധാനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്റർനെറ്റ് മുഖേന നമുക്ക് ഇമെയിലിലൂടെയും മറ്റ് കാര്യങ്ങളിലൊക്കെ ഈ പുസ്തകങ്ങളില്ലാതെ തന്നെ വായന നടത്താവുന്ന സാഹചര്യത്തിലാണ് പോകുന്നത്. അത് നമുക്ക് ഇത്തരത്തിൽ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അറിവിന്റെ ലോകം കൂടുതൽ വിശാലമാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെയും നാടിന്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ തീർച്ചയായും ഈ വായനയും അറിവും എല്ലാമാണ് നയിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള വായനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയും നമ്മളും അതോടൊപ്പം വായനയ്ക്ക് വേണ്ടി കുറച്ച് സമയം ദിവസവും മാറ്റിവെക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സമയം കണ്ടെത്തുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വായനാ ദിനാചരണത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, 1996 മുതൽ കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച വായനാ വാരമായും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പുതുവിയിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. കേരള സർക്കാർ 1996 മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനം വായന ദിനമായി ആചരിക്കുന്നു. സ്കൂളുകളിൽ റീഡിംഗ് പ്രചരിപ്പിക്കുവാനായി റീഡിംഗ് ക്ലബ്ബുകളും IT ക്ലബ്ബുകളും ഇലക്ട്രോണിക് ക്ലബ്ബുകളും ആരംഭിക്കുവാൻ ഈ സമയം വിനിയോഗിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴിക്ക് വായന ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. വായിക്കുന്നവരും വളരും, വായിക്കാത്തവൻ വളയും എന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. ഈ ദിനം എല്ലാവരും വായനയെ ഒരു വരിയെങ്കിലും വായിക്കാത്ത ഒരാളും ഉണ്ടാകില്ല. ഈ ദിനത്തിന്റെ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ മാത്യു ചെറുപറമ്പിൽ, മറ്റു വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ആധുനിക യുഗത്തിലെ ഇളം തലമുറയെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന വായനാ ദിനമാണല്ലോ നാം ഇന്നിവിടെ ആഘോഷിക്കുന്നത്. വായിച്ചു വളരാൻ വേണ്ടി പുതിയ തലമുറയെ ഉത്ബോധിപ്പിക്കുന്ന ഈ വായനാ ദിനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായ ഡോക്ടർ ലയാ ശേഖർ അവരുടെ അസിസ്റ്റന്റ് പ്രൊഫസർ SNM ട്രെയിനിങ് കോളേജ് മുത്തുകുന്നം എറണാകുളം, വായനയുടെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും പുതിയ അനുഭവങ്ങൾ നമ്മൾക്ക് പകർന്നു തന്നുകൊണ്ട് ഈ മനോഹരമായ ദിനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായ ഡോക്ടർ ലയാ ശേഖർ അവർക്ക് സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്നേഹം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ഈ യോഗത്തിൽ
മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ മിഥുൻ കരിമാലൂർ, ഡിപ്പാർട്ട്മെന്റൽ ഓഫ് മലയാളം, സഹൃദയ കോളേജ്, ഇരിങ്ങാലക്കുട, മലയാള ഭാഷയുടെ മനോഹാരിത നമുക്ക് വെളിപ്പെടുത്തി തന്ന, ഭാഷയുടെ വായനയുടെ ലോകത്തേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിയ ബഹുമാന്യനായ ശ്രീ മിഥുൻ കരിമാലൂർ അവർക്ക് സെന്റ് സേവിയേഴ്സ് കുടുംബത്തിന്റെ സ്നേഹം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മളോടൊപ്പം ആയിരിക്കുകയും സ്കൂളിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും നമ്മളെ നയിക്കുകയും നമ്മൾക്ക് എല്ലാവിധ പിന്തുണകളും തന്ന് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന ബഹുമാന്യനായ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ മാത്യു ചെറുപറമ്പിൽ അവർക്ക് സെന്റ് സേവിയേഴ്സ് കുടുംബത്തിന്റെ ഊഷ്മളമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ആശംസ അർപ്പിച്ച് നമ്മളോട് സംസാരിച്ച ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ ലാലു തോമസ്, വായനയുടെയും അറിവിന്റെയും മേഖലകൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ നമ്മൾക്ക് വെളിപ്പെടുത്തി തന്ന ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ ലാലു തോമസ് അവർക്ക് സെന്റ് സേവിയേഴ്സിന്റെ സ്നേഹം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മളോടൊപ്പം ആയിരിക്കുകയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും താങ്ങുനാളുമായി നിൽക്കുന്നത് ബഹുമാനിയായ സ്കൂൾ ഹെഡ് മിസ്ട്രസ് കരോൾ ടീച്ചറാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും സസൂക്ഷ്മം വിശകലനം ചെയ്യുകയും വീക്ഷിക്കുകയും തൻ്റെതായിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി നമ്മളെ വളർത്തുകയും ചെയ്യുന്ന ബഹുമാന്യയായ ഹെഡ് മിസ്ട്രസ് ശ്രീമതി കരോളിൻ ജോസഫ് അവർക്ക് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ അവസരത്തിൽ നമ്മളോടൊപ്പം ആയിരിക്കുകയും നല്ലൊരാശംസയിലൂടെ വായനയുടെ ലോകം കെട്ടിപ്പടുക്കുവാൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്ത ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജികുമാർ അവർക്ക് സെന്റ് സേവിയേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ബഹുമാന്യായ PTA പ്രസിഡന്റ് ശ്രീ ഡാൻഡിസ് കാഞ്ഞിരത്തിങ്കൽ അവർ നമ്മളോടൊപ്പം ആയിരിക്കുകയും ഈ ദിനത്തിന്റെ ആശംസകൾ നമ്മൾക്ക് അർപ്പിക്കുകയും ചെയ്തു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തൻ്റെതായിട്ടുള്ള പിന്തുണകൾ നൽകി എല്ലാ പേരൻസിന്റെയും സപ്പോർട്ട് നമ്മൾക്ക് വേണ്ടി ഒരു കൂട്ടുന്ന ബഹുമാന്യനായ PTA പ്രസിഡന്റ് ശ്രീ ഡാൻഡിസ് കാഞ്ഞിരത്തിങ്കൽ അവർക്ക് സെന്റ് സേവിയേഴ്സിന്റെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മളോടൊപ്പമായിരുന്ന എല്ലാ രക്ഷാകർത്താക്കളും വായനയുടെ പുതിയ ലോകം കുഞ്ഞുങ്ങൾക്ക് തുറന്നു കൊടുക്കുവാൻ അവരെ സഹായിക്കുകയും അറിവിന്റെ തിരുനാളം അവരുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ രക്ഷാകർത്താക്കൾക്കും ഈ യോഗത്തിന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഈ വായനാ ദിനത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നത് ഓരോ കുഞ്ഞുമക്കളുമാണ്. വായിച്ചു വളർന്ന് നാളെയുടെ നല്ല പൗരന്മാരായി തീരേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ വായനാ ദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ വിജയം നിങ്ങൾക്ക് ലഭ്യമാകട്ടെ എന്ന് ആശംസയോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.